ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിച്ച് നോക്കാം. വിശുദ്ധ പൗലോസിനെ കൃപ സൗജന്യമായി കിട്ടി. എന്താ നമുക്ക് നോക്കിയാലോ. നീ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യവും നിൻ്റെ ക്രൈസ്തവ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നീ കരുതേണ്ടതില്ല. യേശു നിന്നോട് തീർച്ചയായും നിൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ വന്നവർ എല്ലാവരും അവരുടെ കുരിശുമെടുത്താണ് എൻ്റെ പിന്നാലെ വന്നതെന്ന്. അനേകം പേരെ അധികം കണ്ണീർ പൊഴിച്ചും അധികം അധ്വാനിച്ചുമാണ് വിശുദ്ധിയിൽ വളർന്നത് എന്ന കാര്യം മറന്നു പോകരുത്. വിശുദ്ധ പൗലോസിന് കൃപ സൗജന്യമായി കിട്ടി. പക്ഷേ ആ കൃപയിൽ നിലനിൽക്കാനായി അദ്ദേഹം കഠിനമായി അധ്വാനം ചെയ്തു. തൻ്റെ ശരീരത്തെ കാർക്കശ്യത്തോടെ നിയന്ത്രിച്ചുവെന്ന് അദ്ദേഹം എഴുതിയത് നമുക്ക് ഓർക്കാം. ക്രൂശിതനായ ഈശോയുടെ പിന്നാലെ പോകുന്ന ക്രിസ്ത്യാനിക്ക് അവകാശപ്പെട്ടതാണ് സഹനങ്ങളെന്ന് വിശുദ്ധ സുപ്രിയൻ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ്റെ സ്വാഭാവിക വാസന സഹനങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും മധ്യേ അങ്ങേ ഉപേക്ഷിച്ചു പോകുവാൻ എനിക്ക് ഒരിക്കലും ഇടയാകാതിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ.